ഡൽഹിയിൽ വ്യാജമരുന്ന് വിൽപ്പന നടത്തി 7 പേർ പിടിയിലായി. ഡൽഹി ഗുരുഗ്രാം ഭാഗങ്ങളിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. ക്യാൻസർ മരുന്നാണെന്ന വ്യാജേന അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ക്യാൻസർ മരുന്ന് കുപ്പികളിൽ വ്യാജമരുന്ന് നിറച്ചാണ് ഇവർ വിൽപ്പന നടത്തിയത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, എത്രത്തോളം ക്രൂരമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, അർബുദബാധിതർ എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് അവരും അവരുടെ കുടുംബങ്ങളുമൊക്കെ ചികിത്സയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. അവരെ പോലും ഇതുപോലെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഇതാരൊക്കെയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിവിഷ 7 പേരെ പിടികൂടിയിരിക്കുന്നു. അതിൽ 2 പേര് ഡൽഹിയിലെ തന്നെ രാജ്യ തലസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാർ കൂടിയാണ് എന്നുള്ള കാര്യം വളരെയധികം ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം കൂടെയാണ്. ഈ സംഭവം വ്യാജമരുന്നാണെങ്കിൽ പോലും പിടിച്ചെടുത്തത് മാർക്കറ്റിൽ 4 കോടി രൂപ വിലമതിക്കുന്ന മരുന്നുകളാണ്, അല്ലെങ്കിൽ 4 കോടി രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കുമായിരുന്ന മരുന്നുകളാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ഇവർ പ്രധാനമായിട്ടും 2 തരത്തിലാണ് ആളുകളെ കബളിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പറ്റിച്ചുകൊണ്ടിരുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കമ്പനികൾ, അന്താരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ ബ്രാൻഡുകളുടെ പേരിൽ അവരുടെ യൂസ്ഡ് കുപ്പികളിൽ ഈ ഫംഗൽ ബാധയ്ക്കെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രഗുകൾ കുത്തി നിറച്ച് അത് ക്യാൻസർ മരുന്നാണ് എന്നുള്ള വ്യാജേന വിൽപ്പന നടത്തി. മറ്റൊന്ന് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ അവരുടെ യൂസ്ഡ് വയലുകൾ എടുത്ത് അതിൽ വ്യാജ ലേബൽ ഉണ്ടാക്കി മറ്റ് വ്യാജ മരുന്നുകൾ നിറച്ച് അതും ക്യാൻസറിനുള്ള പ്രതിരോധ മരുന്ന് അല്ലെങ്കിൽ ക്യാൻസർ മരുന്നാണ് എന്നുള്ള തരത്തിൽ വിൽപ്പന നടത്തി. അത് ഡൽഹിക്കകത്തെ മെഡിക്കൽ സ്റ്റോറുകളിലും തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോയി വിൽപ്പന നടത്തി. അതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. തീർച്ചയായിട്ടും വളരെയധികം ഹീനമായിട്ടൊരു പ്രവൃത്തിയാണ്. വ്യാജമരുന്നാണെങ്കിൽ കൂടി മാർക്കറ്റിൽ 4 കോടി രൂപ വിലമതിക്ക് വിറ്റുപോകുമായിരുന്ന മരുന്നുകളാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. 7 പേർ പിടിയിലായിരിക്കുന്നു. 2 പേർ ആശുപത്രി ജീവനക്കാരാണ് എന്നുള്ള കാര്യം വളരെയധികം ശരിയാണ് അർജുൻ.